ഹലോ ഫ്രണ്ട്സ്, അലീനയും മനുവിൻ്റെ വരാനിരിക്കുന്ന വിശേഷങ്ങൾക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വഴിയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അലീന സ്റ്റാലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഏതൊക്കെയല്ല അങ്ങനെ പറഞ്ഞത് മോശമായിപ്പോയി എന്ന് പറയാണ്. അപ്പം ഞാനെന്ത് പറഞ്ഞു മോശമെന്ന്? അല്ല, അച്ഛൻ പറഞ്ഞില്ലേ ഇന്ന പോലെ എന്തിനാ ഇവിടെ ഒരു ദിവസം തങ്ങുന്നേ എന്നൊക്കെ ചോദിച്ചില്ലേ, അത് മോശമായി പോയില്ല. ഒന്നും ഇല്ലെങ്കിൽ അച്ഛൻ അവൻ എൻ്റെ അനിയനാണ്. കാരണം കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടും ഒരു അമ്മയുടെ വയറ്റിൽ പിറന്ന മക്കളാണ്. അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ അവൻ എൻ്റെ അനിയനല്ലെന്ന് അച്ഛന് പറയാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു സ്നേഹം അവൻ ഉള്ളത് കൊണ്ടല്ല അവനിപ്പോൾ എന്നെ കാണാൻ വന്നത്. അച്ഛൻ്റെ വീടും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ അവനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടെന്ന് പറഞ്ഞാലും അവൻ എവിടെ ആയിരുന്നു ഞാൻ അവനെ സംരക്ഷിക്കേണ്ട ഒരു കടമ എനിക്കുണ്ട്. അവൻ്റെ പെങ്ങളാണ് ഞാൻ, അവൻ്റെ ചേച്ചിയാണ് ഞാൻ. അവൻ ജീവിതകാലം മുഴുവൻ അവനെക്കുറിച്ചുള്ള ചിന്തയും അവനെക്കുറിച്ചുള്ള ഭാവി കാലത്തിന് അവൻ എന്താ വേണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യാനുള്ള അധികാരമൊക്കെ എനിക്കുണ്ട്. അങ്ങനെ മാറി നിൽക്കാനുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയാം, അച്ഛൻ്റെ ഈ വീട്ടിൽ നിന്ന് അവനെ ഇറക്കി വിടാം, പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് അച്ഛൻ അവനെ ഇറക്കി വിടാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അപ്പോൾ അച്ഛൻ കാണിച്ചത് വളരെ മോശമാണ് എന്നുള്ളത് പറയാണ്. അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, നിനക്കങ്ങനെ തോന്നിയതായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അച്ഛൻ എന്തിനാ തങ്ങുന്നതെന്ന് ചോദിച്ചത് പോലും മോശമാണ്. കാരണം ഇവിടെ ഇത്രയും വലിയ കൊട്ടാരം പോലെ വീട്ടിൽ നിന്നിട്ട് ഒരാളിവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നതിലാണ് അച്ഛന് വിഷയം എന്നൊക്കെ ചോദിച്ച് ഞാനിനി അവനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതിപ്പോൾ ആരെന്താ പറഞ്ഞാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞൊരു ഉറച്ച തീരുമാനത്തിൽ സംസാരിച്ചിട്ട് ഇറങ്ങുവാണ് നമ്മുടെ അലീന. അങ്ങനെ ഇറങ്ങി പോയപ്പോഴത്തേക്ക് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് സ്റ്റാൻലി ചെന്നിട്ട് കഴിക്കണ്ടേ എന്നുള്ള രീതി വിളിക്കുവാണ്. ഉടനെ നമ്മുടെ രോഹിത്ത് തിരിഞ്ഞിരിക്കുക. എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. തന്നോട് തന്നെ ചോദിക്കുന്ന കഴിക്കാൻ വാ, നമുക്ക് കഴിക്കാം എന്നുള്ള രീതി പറയുവാണ്. അപ്പം പോയിട്ട് ഒരുമിച്ച് നിന്ന് ഫുഡ് കഴിക്കുക. ആ സമയത്ത് അലീന ആരോട് അവധക്കുട്ടിയോടോ അല്ലെങ്കിൽ സ്റ്റാലിയോടോ ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഫുഡെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ രോഹിത്ത് പറയുന്നുണ്ട്, ചേച്ചിയുടെ അച്ഛൻ എന്നോട് സംസാരിച്ചു കേട്ടോ. സംസാരിച്ചു എന്തോ? അച്ഛൻ എന്നോട് ഫുഡ് കഴിക്കാൻ വേണ്ടി, പപ്പ എന്നോട് ഫുഡ് കഴിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു. ഞാൻ വന്ന് അങ്ങനെ ഫുഡ് കഴിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പപ്പ വിളിച്ചിട്ട് ഞാൻ ഫുഡ് കഴിച്ചതെന്ന് പറഞ്ഞു. ആണോ? അത് വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണല്ലോ. ഒരു ആശ്ചര്യത്തോടെ അലീന ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അലീന ഇങ്ങനെ കിടക്കയെല്ലാം വിരിച്ചിട്ട് നമ്മുടെ രോഹിത്തിനെ വിളിക്കുകയാണ്. രോഹിത്തിനെ ഇങ്ങനെ പരതി നടക്കുവാണ്. അവനെന്ത് രോഹിത് എന്നുള്ളത് നോക്കി നടക്കുമ്പോഴത്തേക്ക് ഇത് ബൈജു കണ്ടു. കാരണം എന്തോ ഒരു ആളെ അന്വേഷിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പം പിന്നെ രോഹിത്തിനെയാണെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് തന്നെ സാറ് വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞെ. അപ്പം സാറിൻ്റെ കൂടെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ കോണിപ്പടി കയറി മേലെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു സൈഡിൽ ഒരു കസേരയിൽ നമ്മൾ അത് കൂട്ടിയിരിക്കുന്ന, പിന്നെ രണ്ട് കസേര അങ്ങോട്ട് ഓപ്പോസിറ്റ് രണ്ട് പേര് ഇരുന്ന് ഭയങ്കര ചെസ്സ് കളി. അതായത് നമ്മുടെ സ്റ്റാൻലിയും രോഹിത്തും ഭയങ്കര ചെസ്സ് കളിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓരോ കരുക്കളും നീക്കി വെക്കുമ്പോഴത്തേക്കും ജിജ്ഞാസ ഉളവാക്കുവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആര് ജയിക്കും എന്നുള്ള രീതിയിൽ. പക്ഷെ ലാസ്റ്റ് അവസാനം നമ്മുടെ സ്റ്റാൻലി തന്നെ ഒരു ചെക്ക് എടുത്ത് വെച്ചിട്ട് ചെക്ക് എന്ന് പറയുകയാണ്. അണ്ണേ ഇത് മറികടക്കാൻ നിന്നെ കൊണ്ടാവുമോ എന്നുള്ള ഇത് ചോദിക്കുമ്പോഴത്തേക്ക് അവധക്കുട്ടി അവിടെ നിന്ന് പറയണം, അവനെ തോറ്റു കൊടുത്തേക്ക്, അവൻ ഭയങ്കര പുലിയായി ഈ കാര്യത്തിൽ, ബുദ്ധി ഭയങ്കര കൂടുതലാന്ന് പറയും. ഉടനെ എങ്ങനെ കുറേ നേരം പിന്നെ ആലോചിച്ച് കളത്തിൽ തന്നെ, അതായത് ചെസ്സ് കളത്തിൽ തന്നെ കുറേ നേരം പിന്നെ ആലോചിച്ചിരുന്നിട്ട് നമ്മുടെ രോഹിത്ത് ഒരു ചെസ് അല്ല ഒരു കോയിൻ എടുത്ത് അല്ല ഒരു പോയിന്റ് എടുത്ത് വെക്കാൻ നോക്കിയപ്പോഴത്തെ നടക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു ഞാൻ തോറ്റു വന്നിരിക്കുന്നു എന്ന് പറയണം. ഗുഡ്, അപ്പോൾ ഞാൻ ജേതാവായിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ സ്റ്റാൻലി പറയുമ്പോഴത്തേക്ക് ശരി ആയിക്കോട്ടെ എന്ന് പറയും. അപ്പം സ്റ്റാൻലി ഇവന് ഷെയ്ക്കാൻ കൊടുക്കുകയാണ്. അടിപൊളി, സൂപ്പർ, താൻ തോറ്റെന്ന് കരുതണ്ട, നന്നായിട്ട് കളിച്ചു, നല്ല രീതിയിലുള്ള കരുക്കളൊക്കെ നീക്കിയിട്ടുണ്ട്, അതുകൊണ്ട് താൻ തോറ്റെന്ന് കരുതണ്ട, ഇനിയുള്ള അവസരങ്ങളാണെങ്കിലും ജയിക്കാനുള്ള ചാൻസുകളുണ്ടല്ലോ എന്നുള്ള രീതി പറഞ്ഞ് കാണും. ഇനിയിപ്പോൾ കുഴപ്പമില്ല, താൻ പോയി കിടന്നോ എന്നുള്ള രീതി പറയുകയാണ്. അത് കഴിഞ്ഞാൽ നേരെ രോഹിത്ത് കിടക്കാൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് പപ്പാടെ സംസാരിച്ചിട്ട്? ചേച്ചി, ഞാനോടത്ത് പപ്പ പിടിച്ച് ഭയങ്കര രീതിയിൽ നമ്മളെ അടിക്കും പിടിക്കും, എന്നെ ഇറക്കി വിടും എന്നുള്ള രീതിക്കാണ്. പപ്പ പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നോട് സംസാരിച്ച് ന്യായമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കുറേ പറഞ്ഞു, കുറേ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് പിന്നീടുള്ള ഉപദേശങ്ങളൊക്കെ തന്നു. ഇനി അങ്ങനെ ചെയ്യണ ആവശ്യമില്ല, അത് കൂട്ടുകൂടരുത്, അങ്ങനെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ വരുവാണെന്ന് എന്നെ പോലെ ഡീൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. മാത്രമല്ല ചെസ്സുകളിലൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ടും ചെയ്തു. നല്ല രീതിയിലൊരു സുഹൃത്ത് എങ്ങനെ നിന്ന് നമ്മുടെ കൂടെ നിന്ന് ചെസ്സൊക്കെ കളിക്കുന്നു അതുപോലെ നിന്ന് എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആണോ ശരി എന്നൊക്കെ പറയണേ. ഏതൊക്കെയാലും നീ ഏതൊക്കെയാലും ഇവിടെ ഇരിക്കും,
ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയാം. അല്ല ചേച്ചി ഞാനിപ്പോൾ ഉറങ്ങുന്നില്ല, ചേച്ചി പതുക്കെ വന്നാൽ മതി, എവിടെ പോകുമെന്ന് ചോദിക്കുമോ. ഞാൻ പപ്പ അടുത്ത് ഒന്ന് കാണട്ടെ, പപ്പാനെ ചെറിയൊരു പിണക്കം ഞാനും പപ്പായും തമ്മിലുണ്ട്, അതൊന്ന് നീ മാറ്റണ്ടേ, അല്ലെങ്കിൽ മാറ്റാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ശരി അത് പിണക്കം മാറ്റിക്കോ എന്ന്. അല്ല അപ്പം നീ എന്നെ ഉറങ്ങാത്തെ. അല്ല ചേച്ചിയുടെ ഇന്ന് എനിക്ക് ചേച്ചിയുടെ കൂടെ ഒരുപാടൊന്ന് സംസാരിക്കണം, എനിക്ക് ചേച്ചിയോട് സംസാരിച്ചിട്ട് നാളെ ഞാൻ നാളെ പോകുമല്ലേ ചേച്ചി, അതുകൊണ്ട് ചേച്ചിയുടെ കൂടെ ഇന്നൊരു ദിവസം ഉറങ്ങിയില്ലെങ്കിലും വിഷയമില്ല, ചേച്ചിയോടൊന്ന് സംസാരിക്കണം എന്നുള്ളതൊക്കെ പറയണം. ശരിയെന്ന് പറയണം. അത് കഴിഞ്ഞ് തന്നെ നേരെ സ്റ്റാൻലിയുടെ റൂമിൽ ചെല്ലുവാണ് നമ്മുടെ അലീന ചെന്ന് ചോദിക്കുന്നുണ്ട്, പപ്പ എനിക്കൊന്ന് വരാമോ ചോദിക്കുമോ. ഉടനെ അകത്ത് സിഗരറ്റ് അത് ചുരുട്ട് കത്തിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അലീനെ കണ്ടപ്പോഴത്തേക്ക് കുത്തിക്കെടുത്തി എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ഉടനെ പറഞ്ഞു, പപ്പ എന്നോട് ക്ഷമിക്കണം പപ്പ, ഞാൻ ഉദ്ദേശിക്കാനായിട്ട് ഉപരിയായിട്ട്, കാരണം ഞാൻ ഉദ്ദേശിച്ചത് 2 ദിവസത്തേക്ക് പോലും അല്ലെങ്കിൽ അവനോട് മിണ്ടാതെ തന്നെ ഇരിക്കും എന്നുള്ള രീതിയിൽ. പക്ഷെ അതിനെക്കാട്ടുപരി പപ്പ അവനായിട്ട് നല്ല സൗഹൃദ ബന്ധത്തിൽ ആയിട്ട് അവനോട് ചെസ്സ് കളിക്കാനും അവനെ ക്ഷമിക്കാനും അവനോട് കൂടെ ഇരിക്കാനും ഒക്കെ പറ്റിയില്ല. എൻ്റെ അനിയനത് തിരിച്ചറിവ് അല്ലെങ്കിൽ ഒക്കെ ഉണ്ടായല്ലോ. മാത്രമല്ല ഞാൻ പപ്പായോടുള്ള എതിർത്ത് പറഞ്ഞില്ലേ, ആരൊക്കെ എതിർത്താലും ഞാൻ അവനെ സംരക്ഷിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞില്ലേ, ആ കാര്യത്തിൽ എന്നോട് ക്ഷമിക്കണം പപ്പ, കാരണം എൻ്റെ അനിയനായിപ്പോയില്ലേ, എനിക്ക് അവനെ സംരക്ഷിച്ചില്ലേ പറ്റൂ എന്നുള്ള ഇതിലൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും വിഷയമില്ല, നീ അത് കാര്യമാക്കണ്ട എന്നുള്ളത് പറയുകയാണ്. എന്നിട്ട് മുഖത്ത് നോക്കുന്നില്ല. അപ്പം പപ്പ ഇപ്പോഴും എന്നോട് ദേഷ്യം ഉണ്ടല്ലേ ചോദിക്കുക. അന്ന് ദേഷ്യം ഉണ്ടെന്ന് പറയാൻ കാര്യം ഇല്ല, പപ്പ എന്നോട് ദേഷ്യമില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി തന്നെ സംസാരിക്കും. പപ്പ ഇപ്പോഴും പുറത്താരോ നിന്ന് നമ്മളെ നോക്കുന്നത് പോലെ ആ ആളെ നോക്കി സംസാരിക്കുന്ന പോലെയാണല്ലോ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എന്നുള്ള രീതി പറയുകയാണ്. അപ്പം സ്റ്റാൻലി പറയുകയാണ്, അങ്ങനെ ഒന്നുമില്ല, നീ പോയി കിടന്നോ, എനിക്ക് വിഷമങ്ങളൊന്നുമില്ല, എനിക്ക് ദേഷ്യമൊന്നുമില്ല എന്നുള്ള രീതി പറയണം. അപ്പോൾ ശരിയെന്ന് പറഞ്ഞപ്പോൾ നേരെ പറഞ്ഞു വിട്ട് വാതിലടയ്ക്കുകയാണ്. വാതിലടച്ചിട്ട് സ്റ്റാൻലി നേരെ വന്ന് കട്ടിലിരിക്കണം. കട്ടിലിരുന്നിട്ട് ഉറങ്ങാൻ കിടക്കാൻ ഒരുങ്ങുമ്പോഴും എന്തോ ഒരു വിഷമം പോലെ മനസ്സിൽ നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടത് ഏത് ചെയ്യേണ്ടതെന്ന് അറിയാത്ത രീതിയിൽ നിൽക്കുകയാണ് നമ്മുടെ സ്റ്റാൻലി. അപ്പോൾ സ്റ്റാൻലി എന്നിട്ട് എന്താണല്ലോ അവളോട് പോയിട്ട് ഇത്തിരി കൂടെ സോഫ്റ്റായിട്ട് സംസാരിക്കാം എന്നുള്ള രീതി കുറച്ച് നേരം ഇരുന്നിട്ട് പുറത്തിറങ്ങി കഥ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ചുമരിൽ ചാരി നിൽക്കുകയാണ് നമ്മുടെ അലീന. അപ്പം മോളെ നീ പോയില്ലായിരുന്നോ, നീ എന്താ ഇവിടെ നിൽക്കുന്ന അലീന എന്ന് ചോദിക്കുമ്പോഴത്തേന്, ഇല്ല പപ്പ എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ പപ്പയോട് പറഞ്ഞു മോശമായിപ്പോയില്ലേ എന്നുള്ള ഇത് പറഞ്ഞ് തേങ്ങി കരയുവാണ്. അപ്പോഴത്തേക്ക് നേരെ പോയി സ്റ്റാൻലി ദേഹത്ത് തോളത്ത് തട്ടിയിട്ട് പറയാം, നീ എന്തേ കൊച്ചുകുട്ടികളെ പോലെ, കാരണം ഞാൻ എൻ്റെ പപ്പയല്ലേ, നീ എന്നോട് ഞാൻ എന്നോട് എന്തെങ്കിലും പറയണത് ന്യായമായിട്ടുള്ള കാര്യങ്ങളല്ലേ പറയത്തുള്ളൂ, ഞാൻ വിഷമിക്കാൻ വേണ്ടി മാത്രം നീ ഒന്നും പറയത്തില്ലല്ലോ, അപ്പം നീ ഈ കാര്യത്തിലൊന്നും വിഷമിക്കുകയൊന്നും വേണ്ട, നീ നിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്ക്, അതുകൊണ്ട് നീ യാതൊരു രീതിയിലും വിഷമിക്കണ്ട എന്നുള്ളത് പറയണം. അപ്പം പറയും ശരി പപ്പ എന്ന് പറയുക, അങ്ങനെ എനിക്ക് വിഷമമൊന്നുമില്ല, നിൻ്റെ അനിയനെ നീ എത്ര ദിവസം വേണ്ടി ഇവിടെ നിർത്തിക്കോ, ഒരു കുഴപ്പമില്ല എന്നുള്ളത് പറയണം. അത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് നമ്മുടെ നേരെ അലീന റൂമിൽ വരുവാണ്. റൂമിൽ വന്ന് വരുമ്പോഴത്തേക്ക് എന്തായി കാര്യങ്ങൾ പപ്പായായിട്ടുള്ള പടക്കങ്ങളൊക്കെ മാറി മോനെ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുണ്ട്, നല്ല രീതിയിൽ പോയി, പപ്പ കിടക്കാൻ പോയി, നീ പറയാന്ന് പറയുമ്പോഴത്തേക്ക് ചേച്ചി നാളെ പോവല്ലേ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചേച്ചിയോട് സംസാരിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, എന്താ മോനെ കാര്യം പറയാ എന്ന് പറഞ്ഞാൽ, ഇല്ല ചേച്ചി ഞാൻ ചേച്ചിയോട് ചെയ്ത തെറ്റുകളൊക്കെ ചേച്ചിക്ക് അറിയാമല്ലോ, അതൊക്കെ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി ഒരിക്കലും ആവർത്തിക്കത്തില്ല, എനിക്ക് ചേച്ചിയെ സ്നേഹിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ കടന്നു വന്നേക്കുന്നത്, ചേച്ചി ചേച്ചി എന്നോട് ക്ഷമിക്കുമോ, എൻ്റെ കാര്യങ്ങൾ എന്നെ ശ്രദ്ധിക്കുമോ, ഞങ്ങളുടെ കൂടെ നിൽക്കുമോ, കടപ്പാട്ടൂർ വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. മോനെ എല്ലാ കാര്യത്തിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, കാരണം നീ എൻ്റെ കൊച്ചാങ്ങളെ അല്ലടാ, നീ വേറെ ആരുമില്ല, നീയും ബബിതമോളും കൃഷ്ണമോളും ഒക്കെ എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ, അപ്പം നിങ്ങളെ വിട്ട് ഞാൻ എവിടെ പോകാനാടാ, സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയല്ലേ, വേറെ ആരാണ് എനിക്കുള്ളത് എന്നൊക്കെ പറയാം. ചേച്ചി എനിക്കൊന്ന് കിടന്നാൽ കൊള്ളണം, ചേച്ചിയുടെ മടിയിലൊന്ന് കിടന്നാൽ കൊള്ളണം, നീ കിടന്നോടാ മോനെ എന്നുള്ളത് പറയാണ്. അപ്പം കിടക്കുന്ന മുമ്പ് തന്നെ തോളത്തൊന്ന് ചാരി നിൽക്കുകയാണ്. എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇതിന് മുമ്പേ ചേച്ചിയുടെ അനാഥാശ്രമത്തെ എങ്ങനെയായിരുന്നു ചേച്ചി, അവിടുത്തെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ചേച്ചി, എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക്, മോനെ 10-23 വർഷം അനുഭവിച്ചിട്ടൊരു ജീവിത രീതി ഭയങ്കരമാണ്, ഒരു നേരത്തെ ഫുഡ്, അതായത് ഒരു ബിരിയാണി കിട്ടാൻ വേണ്ടി കൊതിച്ച ദിവസങ്ങളുണ്ട്, നല്ലൊരു അതായത് കീറി പറഞ്ഞ ഡ്രസ്സ് മാറി നല്ലൊരു പുതിയ ഡ്രസ്സ് ആരെങ്കിലും വന്നൊരു വാഗ്ദാനം, അതല്ല ഗിഫ്റ്റായിട്ട് കൊടുക്കുമോ എന്നുള്ള ഇത് കൊതിച്ച ദിവസങ്ങളുണ്ടായിരുന്നു, മാറി ഇടാൻ ഒരു പെണ്ണുങ്ങൾക്ക് അനുഭവിക്കുന്നതായിട്ടുള്ള വേദനകൾ, അതിനൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഒരുപാട് കൊതിച്ചു. എന്നെപ്പോലെ ഒരുപാട് വ്യക്തികൾ അവിടെ താമസിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. അപ്പം അവരെയൊക്കെ ഓരോരുത്തർ ഇപ്പോഴും തൻ്റെ അമ്മയോ അപ്പനോ കിട്ടാത്തവരുണ്ട്. പക്ഷേ എനിക്ക് ആ ഭാഗ്യം കിട്ടിയപ്പോൾ നിങ്ങളെല്ലാം എനിക്ക് കിട്ടിയില്ലേ, എനിക്ക് ആ ഭാഗ്യം തന്നെ വളരെ വലുതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, ഇല്ല ചേച്ചി ഒരിക്കലും ഞാനൊരു കാര്യം പറയാം, ചേച്ചിക്ക് ആ സ്ഥാപനത്തിൽ എനിക്ക് ചേച്ചി എന്നെ ഒന്ന് കൊണ്ടുപോകണം പറ്റുമോ ചേച്ചി എന്ന് പറയാം. അപ്പം പറയാം
കൊണ്ടുപോകാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ അതൊക്കെ ശിഥിലീകരിച്ച് പോയിട്ടുണ്ട്. കാരണം അത് ബ്രിജിത്താമ്മ ഉള്ളിടത്തോളം കാലമാണ്. അതിപ്പോൾ ആൾക്കാരൊക്കെ അന്യം നിന്ന് ആൾക്കാരൊക്കെ വന്ന് വേറെ ആൾക്കാരൊക്കെയാണ് അതിൻ്റെ നോക്കി നടത്തിപ്പും കാര്യങ്ങളൊക്കെ. മാത്രമല്ല അതൊക്കെ അവിടെ ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല എന്നുള്ളതിൽ പറയാണ്. എന്താണെങ്കിലും ചേച്ചി ഞാൻ വലുതായി കഴിയുമ്പോഴത്തേക്ക് ചേച്ചിക്ക് അതിനെ തിരിച്ച് പിടിച്ചു തരണം. അവിടെ അനാഥയായിട്ട് നടക്കുന്ന അനാഥയായിട്ട് ജീവിക്കുന്ന ആയിട്ടുള്ള വ്യക്തികളെല്ലാം ചേച്ചി സംരക്ഷിക്കണം. ചേച്ചി കൊടുക്കുന്ന സ്നേഹം പോലെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം ചെയ്യണം, ചേച്ചി എന്നെ ഒരു ദിവസം കൊണ്ടുപോകണം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊക്കെ നീ ചുമ്മാ പറയുന്നതാടാ, നിനക്ക് ഇപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് നീ പറയുന്ന, പക്ഷെ നീ നാളെ ഒരു ജീവിതമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നിനക്ക് നിൻ്റെതായിട്ടുള്ള ലൈഫിലേക്ക് നീ പോകും. അപ്പം എന്നെ അങ്ങനെ നീ കാണാൻ ഉള്ളൊരു ഉദ്ദേശം കാണത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ല ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ലടാ അങ്ങനെ തന്നെ കാണത്തുള്ളൂ. പക്ഷെ അത് തന്നെയാണ് ലൈഫ്. കാരണം ഞാൻ നമ്മുടെ ആയിട്ടുള്ള ലൈഫിൽ കയറുമ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മറന്നു പോകണം. അല്ലെന്നുണ്ടെങ്കിൽ അത് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ തന്നെ അതുകൂട്ടി ഓടി വരുവാണോ, അതുകൂട്ടി ഓടി വന്നിട്ട് പറയുവാണ്, നീ അലീന മോളെ നീ ഫോൺ റിങ് ചെയ്ത് അറിഞ്ഞില്ലേന്ന് ചോദിക്കാം. ഇല്ല അപ്പച്ചാന്ന് പറയുമ്പോഴത്തേക്ക് അതന്നെ ഫോൺ റിങ് ചെയ്തുണ്ട്, ആരാന്ന് നോക്കാന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഫോൺ നോക്കുമ്പോഴത്തേക്ക് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, കോൾ എടുത്ത് കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി എവിടെയായിരുന്നു ചേച്ചി, എന്താ ചേച്ചി, ചേച്ചിനെ എത്ര ദിവസം കൊണ്ട് വിളിക്കുന്ന അടി നീ മിനിഞ്ഞാന്നല്ലേ വിളിച്ചേ, നീ എന്തിങ്ങനെ ധൃതി കാണിക്കുന്നതെന്ന് ചോദിക്കുക. ചേച്ചിക്ക് ഒപ്പം അങ്ങനെ പറയാം, എനിക്ക് എപ്പോഴും കാണണം സംസാരിക്കണം ചേച്ചിക്ക് അറിയത്തില്ലേ, ചേച്ചിക്ക് അങ്ങനെ എപ്പോഴും മാറി നിൽക്കാൻ പറ്റും, പക്ഷെ എന്നെ കൊണ്ട് പറ്റുമോ, എനിക്ക് ആരാ ഉള്ളത്, ചേച്ചിക്ക് ഇപ്പോൾ എല്ലാവരെയും കിട്ടിയില്ല, ബന്ധുക്കാരെല്ലാം കിട്ടില്ല, കടപ്പാട്ടുകാരും അതുപോലെ സ്റ്റാലിനിയും അങ്ങനെ നിങ്ങളുടെ പപ്പ എല്ലാം കിട്ടി, എനിക്കെല്ലാം ആരും കിട്ടാത്ത എന്നൊക്കെ പറയുമ്പോൾ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അല്ല ചേച്ചി എന്താണെങ്കിലും ചേച്ചിക്ക് എന്നെ വിളിക്കാതിരിക്കാൻ പറ്റി, എനിക്ക് ചേച്ചിയോട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു ചേച്ചി, ഞാനതാ വിളിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ഞാൻ പറയുക, ചേച്ചിക്ക് ഇപ്പോൾ ഒരുപാട് ബന്ധങ്ങളല്ല, മാത്രമല്ല ഞാൻ കാരണം കൊണ്ടല്ല ഒരുപാട് ബന്ധങ്ങൾ ഇപ്പോഴും കൂടെ ഉണ്ടായി ചോദിച്ചു. അതായിരുന്നല്ലേ, അല്ല ഞാൻ ഷെറിൻ ചേച്ചിയുടെ കാര്യം പറഞ്ഞത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഷെറിൻ ചേച്ചിയുടെ കാര്യം പറഞ്ഞത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം കേട്ട് ചേച്ചിക്ക് അവിടെ പുനലൂർ പോകാൻ അവിടുത്തെ ബന്ധുക്കാരെല്ലാം സംസാരിക്കാൻ അവരെല്ലാം ഏറ്റവും കൂടുതൽ കൂട്ടായിട്ട് നിൽക്കാനൊക്കെ ഇടയാക്കിയത്. അതുകൊണ്ട് ഇനി ആ ബന്ധങ്ങളെ ഞാൻ കൊണ്ട് തന്നാന്ന് ചേച്ചി ഓർക്കണം കേട്ടോ. അതുകൊണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എടി നിനക്കും ബന്ധങ്ങളൊക്കെ ആകും, നീ ഒരു കാര്യം ചെയ്താൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് ബന്ധങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അതെങ്ങനെ ബന്ധങ്ങളാണെന്ന് ചോദിക്കും. പറയാം, അല്ല നീ ഞങ്ങളുടെ കുടുംബത്തിലൊരു കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയാം. ഉടനെ മനസ്സിലായില്ല, അല്ല ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാനുമായിട്ട് ബന്ധമാകും, എല്ലാവരുമായിട്ട് ബന്ധമാകുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ മനുവായിട്ടാണ് ചേച്ചി ഉദ്ദേശിക്കുന്നത് പറയുന്നത്. എടി മുറത്തി കയറി കൊത്താതെ ഞാനൊരു കാര്യം പറയാം, എൻ്റെ അനിയൻ രോഹിത്തിനെ എങ്ങനെ ആലോചിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ആവശ്യമില്ലാതെ പറയാതെ കേട്ടോ, കാരണം എനിക്ക് അങ്ങനെ ഒരു മനോഭാവം ഇല്ല, ഞാനിപ്പം എന്താ ചെയ്യേണ്ടത് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ചേച്ചി തമാശ പറയാണല്ലോ കാര്യമായിട്ട് പറയാമെന്ന് എനിക്ക് അറിയുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞ്, പക്ഷെ നീ ഒരു കാര്യം ഒന്ന് ആലോചിക്കുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചേച്ചി ഇപ്പം പറഞ്ഞപ്പോൾ പെട്ടെന്ന് എങ്ങനെ ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, ഞാനേ ഒരാൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുകയാണ്. ഫോൺ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇതെല്ലാം കേട്ടോണ്ട് ലൗഡ് സ്പീക്കർ ഇട്ടാണ് സംസാരിച്ചിരുന്നത്. അപ്പം കേട്ടോണ്ടിരുന്ന രോഹിത് ചോദിക്കും ഹലോ, നോക്കുമ്പോഴത്തേക്ക് സ്വരം കേട്ടെന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോവുക, അയ്യോ ഇതാരാ, താൻ എപ്പോഴും അവിടെ എത്തിയേ, അല്ല നിങ്ങൾ എപ്പോഴെത്തിയെന്നുള്ളത് ചോദിക്കുമ്പോഴത്തേക്ക് പറയണേ, ഞാൻ ഇന്ന് രാവിലെ വന്നായിരുന്നു, ഇത്ര നേരം ഉണ്ടായിരുന്നു, ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നു, നാളെ കടന്നു പോകും എന്നുള്ള രീതിയിൽ പറയുവാണ്. പെട്ടെന്ന് ചേച്ചിയുടെ ഫോൺ കൊടുത്തപ്പോൾ ഫോൺ ഇല്ല നമ്മളോട് സംസാരിച്ച് തീർന്നില്ല രവതി എന്ന് രോഹിത് പറയുമ്പോഴത്തേക്ക് പറയാം, ഇല്ല ഞാൻ ഇപ്പോൾ സംസാരിക്കാം ഫോൺ കൊടുക്കുമെന്ന് പറയണം. അങ്ങനെ ഫോൺ കൊടുക്കുമ്പോഴത്തേക്ക് പറയുവാണ്, ചേച്ചി എന്ത് പണി ചേച്ചി പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം രോഹിതേട്ടൻ കേട്ടോണ്ടിരിക്കുമല്ലേ എന്ന് പറഞ്ഞാൽ, കേൾക്കട്ടെ, കാരണം അവൻ കേൾക്കാൻ വേണ്ടി തന്നെയാണ് സംസാരിച്ചത്, നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ, അവനും കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണ്ടേ എന്നുള്ള രീതി പറയുകയാണ്. ചേച്ചി എന്തായാലും ഭയങ്കര മോശമായി പോയോട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ മോശമൊന്നുമല്ല, നീ അതിക്കാലും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട, ഇത് കാര്യമായിട്ടല്ല, നീ അത് സീരിയസ് ആയിട്ടൊന്നും എടുക്കണം. ഇപ്പം പറഞ്ഞ കാര്യം, ഇപ്പം ഞങ്ങളിപ്പോൾ സംസാരിച്ച കാര്യങ്ങളിൽ നീ അത് സീരിയസ് ആയിട്ട് എടുക്കണ്ട, അതായത് അത് നിന്നെ വിഷമിക്കുന്നതായിട്ടുള്ള രീതിയിൽ നോക്കണ്ട, അത് ആലോചിച്ച് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. അത് പിന്നെ രാത്രി രോഗത്തോട്ട് സംസാരിച്ചിരുന്ന് വളരെ സന്തോഷത്തോടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവനെ നീ നല്ല രീതിയിൽ വളരെ വേറെ രീതിയിൽ കൂടാതെ നല്ല രീതിയിൽ ജീവിക്കണം, ഞാൻ കൂടെയുണ്ട്, നീ അച്ഛൻ അവിടെ ഒറ്റയ്ക്കാണ്, അച്ഛന് വേറെ ആരും സപ്പോർട്ടില്ല, അമ്മയും മറ്റു ആൾക്കാരെല്ലാം അപ്പനെ കുറ്റപ്പെടുത്തും, എന്നെ ഇവിടെ കൊണ്ട് നിർത്തുന്നതും എന്നെ കാണാൻ വരുന്നതും എൻ്റെ കൂടെ ഈ കൂട്ടുകൂടി ഈ ബന്ധം കൊണ്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നതിന് എല്ലാ കാര്യത്തിലും അപ്പനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് പേര് കാണും. പിന്നെ ബബിതമോൾ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ പോയി ചാടാതെയും കൃഷ്ണമോളുടെ പഠനത്തിലും എല്ലാ കാര്യത്തിലും കൂടെ ഇരിക്കണം. അമ്മയ്ക്ക് ഈ കാര്യം ഞാനാണ് മകളെന്നറിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ
ചിലപ്പം എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കും. പക്ഷേ അമ്മയുടെ സിറ്റുവേഷൻ എന്താണ്, അമ്മ പിന്നെ ആരായി തീരും എന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ അമ്മ വല്ല കടുങ്കൈ ചെയ്യുമെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ സാവധാനത്തിൽ മൂവ് ചെയ്താൽ മതി. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം നീ അപ്പനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം, ഞാനും കൂടെ ഉണ്ടാവും എന്നുള്ളത് പറയുന്നുണ്ട്. ഇതെല്ലാം ഓർത്തെനിക്ക് ഒരു അടിപൊളി വിശേഷമാണ് അടുത്ത ദിവസം കടന്നു വരാൻ പോകുന്നത്. കാത്തിട്ട് തന്നെ കാണാം. നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.